നമ്മളിങ്ങനെ നടന്നു പോയെടുത്താലോ എന്നുള്ളൊരു മൈൻഡാണ്. ഇത് ദൂരവും മലയുടെ മുള്ളൊന്നും കയറട്ടെ, എന്നും മലയുടെ മുകളിൽ തന്നെയല്ലേ. ഒരു ചേഞ്ചിന് ഞങ്ങളുടെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഇങ്ങനെയാണ്. ഇങ്ങനെ ചെമ്മരിയാട്, അതുപോലെ ഇവിടെ മാന് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ മാന വല്ലതും കാണാൻ പറ്റും. നമുക്കിങ്ങോട്ട് പോയി നോക്കാം. ഇനി എവിടെയെങ്കിലും കാണുമായിരിക്കും. ഇവിടെ ഇതുപോലെ ഇങ്ങനെ കുറേ ഉണ്ട്, കുറേ ഏരിയ കാണും. ഈ ഒരു ഏരിയ മൊത്തം പുള്ളിയുടെ സാധനമുണ്ട്. ഇവിടെ ഒരാൾ ഇത്ര എണ്ണത്തിനെ നോക്കുന്നു. ഞങ്ങളുടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നേ ഇവരുടെ ഹോബിയൊക്കെ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ മയിൽ കയറിയനെ കേട്ടോ. സ്പീഡിൽ പോലെ മുള്ള അത് മാനെ കണ്ടോ. ഇതിലെ കൂടെ കയറുമ്പോൾ ഒരു മാന നമ്മൾ കണ്ട്. ഇവിടെ ഭയങ്കര മുള്ളാണ്, ഈ ചെടിയൊക്കെ മുള്ളാണ്. കയറി പോകുന്നതും ടാസ്ക്കാണ്. അത് ചാടി പോവും. പുറകിന് പോകുന്നതേ മെനക്കേടാണ്. ഇതൊക്കെ വഴിയുണ്ടോ, ജസ്റ്റ് വണ്ടി പോകാൻ പറ്റുന്ന രീതിയാണ് അവർ മൊത്തം പടിഞ്ഞ് വെച്ചേക്കുന്നത്. പടിഞ്ഞല്ല, ഇങ്ങനെ പോയി വഴിയാവുന്നതാണ്. ഇവിടെ എന്താ ഇവർക്ക് എന്താ അമ്മലം പോലെ എന്തോ സംഭവമാണ്. നിർത്തി എങ്ങോട്ട് ഇവിടെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോഴേ പോയി നോക്കിയിട്ട് വരാം. ഈ താമരക്കുളം ഇതെന്തോ മേബി എന്തോ അമ്പലം സംതിങ് ആണ്. ഓ മൈ ഗോഡ്, ഇതൊക്കെ നമുക്കിവിടെ കാണാം. ഇത് വേറെ അമ്പലം എന്തിവിടെ കോഴി എന്ത് സംതിങ് ആണ്. ഫുഡൊക്കെ വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ബട്ട് സ്ഥലം കൊള്ളാം. പക്ഷെ രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പേടിക്കാനുള്ള എല്ലാം ഇതിനകത്തുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ വന്നാൽ പൊടിക്കും. ഇവിടെ നാട്ടിൽ പൊടുന്നില്ല. ഇവിടെ ഇപ്പോഴും കാളയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ട, ഇതാകുമ്പോൾ എണ്ണ അടിക്കണ്ട. അതിനിതിൽ ഫുഡും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോക്കോളും. ഇതിലേക്കൂടെ ഒന്നും വണ്ടിയൊന്നും കയറി വരത്തുമില്ല. കാളം വണ്ടിയാകുമ്പോൾ ഇതിലെ കൂടെ പോകാനും പൊക്കോളും. ഏതാ പവർ. ഈ ഒരു സൗണ്ടിനകത്താണ് അത് പോകുന്നത്. അടിക്കാൻ പിടിക്കൊന്നുമില്ല. ഈ ഒരു സൗണ്ട് പിടിക്കുന്നതിന് മാത്രമേ അത് പോകുന്നത്. ഏതാ ഓടുന്ന കണ്ടിട്ടില്ലേ, നോക്കിക്കും. കണ്ടോ, വണ്ടി ഓടുന്നുണ്ട്. എതിരേക്കൂടെ ആണെങ്കിൽ പിടിച്ചോണ്ട് പോക്കോളും. പട്ടുനൂൽപ്പുഴുവില്ലേ, അതിനുള്ള ഫുഡാണിത്. ഇത് കൊടുക്കുമ്പോൾ മറ്റേ ആ പുഴു വളർന്ന് പട്ടുനൂൽപ്പുഴുവും കാര്യങ്ങളെല്ലാം കിട്ടും. അതിന് കൊടുക്കാനുള്ള ഫുഡാണിത്. ഇതിങ്ങനെ ഓരോ ദിവസം ഇത്രയും ലോഡ് വെച്ച് അവർ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇതാകുമ്പോൾ വലിയ ആ പുഴുവിനോടൊക്കെ ഒരു ദിവസത്തെ ഫുഡാണ് ഇത്രയും. ഒരു ദിവസം ഇത്രയും വേണം. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ ഇവിടെ നിർത്തുകൊണ്ട് പോകണം അവർക്ക്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. പക്ഷെ ഭയങ്കര തലവേദനയാണെന്നാണ് പറയുന്നത്. തലവേദന എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതുപോലെ കാര്യങ്ങൾ കൊടുക്കണം. അതുപോലെ പ്രോഫിറ്റബിൾ ആണെന്ന് പറയാനും മീൻസ് ഇപ്പം 700 രൂപ കണ്ട 1 കിലോയ്ക്ക്. അപ്പോൾ 700 രൂപ 1 കിലോയ്ക്കാണ്. ഒരു ദിവസം കണ്ട് 50 കിലോ 100 കിലോ പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഇതുപോലെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. നേരെ ഇവിടുന്ന് ഫാമിലിയോട്ടായിരിക്കും പോകുന്നത്. നോക്കിയണ്ട, ഫാമിലിയോട്ട് ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നു. ഇതൊക്കെ നോക്കാൻ കാര്യങ്ങൾ പ്രോഫിറ്റബിൾ ആണ് സംഭവം. പക്ഷെ ഇങ്ങനെ തലവേദന കാര്യങ്ങൾ ഇതെല്ലാം നോക്കണ്ടേ. പിന്നെ ഒരു കിലോ ഒരു ദിവസം 50 അല്ലെങ്കിൽ 100 കിലോ കൊടുക്കും. 1 കിലോയ്ക്ക് 700 രൂപ. ഒരു പുതിയ പുഴുവിനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 26 ദിവസം എടുക്കും അടുത്ത പുഴു വരാൻ വേണ്ടി. അതായത് അത് വലുതായി പട്ടാവത്തില്ലേ. പട്ടായി കഴിഞ്ഞിട്ട് 26 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതുകൊണ്ട് വിൽക്കുന്നത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പം അവർക്ക് നോർമലി കിട്ടുന്നൊരു പ്രൈസാണ് 700 രൂപ 1 കിലോയ്ക്ക്. നല്ല ബിസിനസ്സാണല്ല. പക്ഷെ ഇതുപോലെ നല്ല തലവേദന ഉണ്ടാവും. ഇത്രയും സ്ഥലം വേണം, ഇതിന് വേണ്ട ഫുഡ് കാര്യങ്ങളെല്ലാം ഇതുപോലെ ഇങ്ങനെ വെക്കണം. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ കിളിയുടെ സൗണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ സൗണ്ട് കമ്പികൾ കൂട്ടി സൗണ്ട് ഉണ്ട്. അത് ഈ ലൈനിൽ നിന്ന് വരുന്നതാണ്. ബാക്കിയെല്ലാം അത്യാവശ്യം നേച്ചറിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോൾ ഉള്ളവരാണെങ്കിൽ സംസാരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ സൗണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ കെമ്പയുടെ പോകുന്ന ഫ്ലൈറ്റിൻ്റെ സൗണ്ടും വരും. അല്ലാതെ ഇവിടെ എപ്പോഴും ശാന്തമാണ്. ഇപ്പോഴത്തേക്ക് ഇവിടെ പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ആർക്കാണ് യൂസ് ചെയ്യാം. കൂടുതലും ഇവിടുത്തെ ലോക്കൽസും കാണും. പിന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഇവിടെ തന്നെയാണ്. ഏറ്റവും സെൻട്രൽ ഇതുപോലെ കുറേ ഇങ്ങനെ അഥവാ മഴയും വെയിലൊക്കെ ആണെങ്കിൽ കയറിയിരിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൺഡേ ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കാര്യങ്ങളെല്ലാം അവിടെ സൺഡേ കളിക്കും. ബാക്കിയുള്ള ഈവനിങ് പിള്ളേരൊക്കെ ഒന്ന് ക്രിക്കറ്റ് കൗണ്ടിയൊക്കെ വെച്ച് കളിക്കും. അവിടെയൊക്കെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് ടൈപ്പാണ്. അത്യാവശ്യം നല്ല ഒരു വലിപ്പമുണ്ട്. കയറി എന്നപ്പോഴും പോലും ഞാനിത് ശ്രദ്ധിച്ചില്ല. സൈഡിൽ വന്നിട്ട് ടി വി ആടുന്നുണ്ട്.
വന്നില്ലേ, നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ വെറൈറ്റി ഒക്കെ ഈ ഇരുന്നാടിനെയാണ് എനിക്ക് അപ്പുറത്തുള്ള രണ്ട് പേർക്ക് ഊഞ്ഞാലുണ്ട്, അത് കൊടുത്തില്ലെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ ഇരുന്നാടുന്നു. എന്തോ അവിടെ നല്ല എൻജോയ് ചെയ്ത് ഒരാടുന്നുണ്ട്. എത്താത്തോണ്ട് രണ്ട് കൂട്ടുകാർ സഹായിച്ചു കൊടുക്കുന്നു. ഞാൻ എല്ലാതും പിന്നെ ആര് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. വേണമെങ്കിൽ അല്ല ഗ്രൗണ്ടിൽ പോയി കളിക്കണം. അവർക്ക് ആവശ്യത്തിന് കളിക്കാനുള്ള സാധനങ്ങളും ഉണ്ട്. കുറേ പിള്ളേരല്ലാതെ കുറേ ക്രിക്കറ്റ് കളിക്കുന്നവരും ഉണ്ട്. ഇവിടെ ആൾക്കാർക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള കാണിക്കാം. ഈ ഊഞ്ഞാൽ കൊടുക്കാത്തതിനാന്ന് തോന്നുന്നു, അല്ലാതെ അവിടെ പോയിരുന്നു നാടുന്ന സാധനം കാണുമ്പോഴേ നമ്മൾ ചില ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നൊക്കെ വീഡിയോസ് ഇല്ലേ, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പം നമുക്ക് ഒത്തിരി നേരം ആടാൻ തോന്നത്തില്ല, ഇനി ഇറങ്ങാൻ തോന്നും. എന്തെങ്കിലും ഈ ഫോണിലൊക്കെ വെച്ചിട്ട് ആടുമ്പോഴേ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കൻ ആയി കഴിഞ്ഞാലും ഇപ്പോഴത്തെ പോലെ പറയുന്നില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ മോട്ടിവേഷൻ ചെയ്യല്ലേ.